ഒരു തർക്കമില്ല. എന്തിനാ സഹോദരന്മാരെ, ഈ പെരുമ്പാവൂരിൽ ഒരു മുഅ്മിന് മരിച്ചാല് ആ മുഅ്മിനെ ഖബറടക്കി കഴിഞ്ഞാൽ ആ ഖബറിൽ റസൂലുള്ള വരൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വരും വരും. ഓരോ മുഅ്മിനിന്റെയും ഖബറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരും. ബുഖാരിയുടെ ഹദീസ് തന്നെയാണിത്. മലക്കുകൾ ചോദിക്കും, ഈ മനുഷ്യനെ പരിചയമുണ്ടോ, ഈ ആളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. മുഅ്മിൻ എന്തു പറയും? ഹുവ മുഹമ്മദുൻ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, അത് മുഹമ്മദ് നബിയാണ്, ഞങ്ങളിലേക്ക് സന്മാർഗ ദീപവുമായി വന്ന ഞങ്ങളുടെ നേതാവാൻ എന്നാര് പറയും? മുഅ്മിൻ പറയും. ഈ മറുപടി പറഞ്ഞാൽ മലക്കുകൾ പറയും, നം കനൗമത്തിൽ അറൂസ്, മണവാളൻ മണിയറയിൽ ഉറങ്ങുന്നത് പോലെ മുഅ്മിനേ ഈ ഖബറിനകത്ത് നീ ഉറങ്ങിക്കോ. സമാധാനത്തോടെ സ്വസ്ഥമായ മനസ്സോടെ രോമാഞ്ചമുള്ള അവസ്ഥയിൽ ആഹ്ലാദത്തോടെ സൗഖ്യമായി ഉറങ്ങിക്കോളൂ. മണിയറയിൽ ആരാണ് വിളിച്ചുണർത്തുന്നത്? പ്രിയപ്പെട്ടവൾ മാത്രമല്ലേ അവിടെ വിളിച്ചുണർത്താൻ ഉണ്ടാവുക. അതുപോലെ നംകനൗമത്തിൽ അറൂസ്, മണവാളന്റെ ഉറക്ക് നീ ഉറങ്ങിക്കോ മുഅ്മിനേ എന്ന് മലക്കുകൾ പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. മണവാളന്റെ ഉറക്ക് ഖബറിൽ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അതിന് ദ്വാരന്നാ മാത്രം പോരാ, ഈ വന്നു നിൽക്കുന്ന ആൾ ആരാന്ന് ചോദിക്കുമ്പോ അത് എന്റെ നേതാവാന്ന് പറയാൻ പറ്റണം. ആ നേതാവിനെ ജീവിതത്തില് പരിചയപ്പെടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതകാലത്ത് തന്നെ പരിചയപ്പെടണം. അവിടത്തെ പരിഭാവനമായ സുന്നത്തുകളിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ പുണ്യ നബിയെ നമുക്ക് പരിചയം വേണം. ആ പരിചയമുള്ളവർക്കേ ഹുവ മുഹമ്മദുൻ എന്ന മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ അള്ളാഹ് കാണിച്ചു തന്നു അല്ലെ? ഓരോ ഖബറിലും പുണ്യ റസൂൽ വരിക, സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. മരിച്ച ഇടപാട് തീരല്ല, സഞ്ചാര സ്വാതന്ത്ര്യം വരികയാണ്. എവിടെ ഇതിനൊക്കെ സമയം? ഇപ്പൊ എത്ര മുഅ്മിനുണ്ട് എന്ന് ആര് കണ്ടു? അള്ളാഹ് നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ഇത് കുറെ പോകാനൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഈ കണക്കിലാണെങ്കിൽ. നിഫാഖ് കൽബിൽ കേറിയ പിന്നെ ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് മഹാന്മാരിലൂടെ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഉസൈർ മഹാനല്ലേ? ഉസൈർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിഭാഗത്തിൽപ്പെട്ട മഹാനാണ് ഉസൈർ. ആ ഉസൈറിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസ്വാറാ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ജൂതന്മാർ പറഞ്ഞു ഉസൈർ ദൈവപുത്രനാണെന്ന്. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് ഈസ ദൈവപുത്രനാണെന്ന്. വെറും അബദ്ധ ജഡിലങ്ങളായ വാദഗതികൾ. അവര് വാ തുറന്ന് തോന്നിയതൊക്കെ വിളമ്പാണ്. ഇതിനൊന്നൊരു പ്രമാണോ തെളിവോ ഇല്ല എന്ന് അല്ലാഹു. ഈ ഉസൈർ വലിയ മഹാനായിരുന്നു. ഈ ഉസൈറിനെ അല്ലാഹു മരിപ്പിച്ചു. മരിപ്പിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു ജീവിപ്പിച്ചു. ഏതോ പൊട്ട കിതാബിലെ കഥയല്ലോ, ഏതോ മൊല്ലാക്ക എഴുതി വെച്ച സെബീനയിലുള്ള മസാലിയല്ലോ. അള്ളാന്റെ കിതാബില് ആ ആയത്തിൽ തന്നെ ഫഅമാതഹുല്ലാഹു മിഅതാം സുമ്മ ബഅസഹു ഖാല കം ലബിസ്ത ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം ഖാല ബൽ ലബിസ്ത മിഅത ആം ഫൻദുർ ഇലാ തആമിക വശറാബിക ലം യതസന്നഹ് വൻദുർ ഇലാ ഹിമാരിക. സൂറത്തുൽ ബഖറയുടെ 259-ാമത്തെ ആയത്ത് തൊട്ട് ഈ സംഭവം പറയുന്നത്. ഫഅമാതഹുല്ലാഹു മിഅത ആം, 100 കൊല്ലം ആ പുണ്യ മനുഷ്യനെ അല്ലാഹു മരിപ്പിച്ചു. മരിപ്പിച്ചു എന്നാ പറയുന്നത്. അമാത്ത എന്ന് പറഞ്ഞാൽ മരിപ്പിച്ചു എന്നാ, ഉറക്കിന്നല്ല. ഗുഹാവാസികളെ സംഭവം പോലെ ഉറക്കിന്നല്ല, മരിപ്പിച്ചു. സുമ്മ ബഅസഹു, പിന്നെ ജീവിപ്പിച്ചു. ഇതെവിടെ? ദുന്യാവിലേക്കാണ് കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹ് ചോദിച്ചു കം ലബിസ്ത, എത്ര ദിവസം നാട്ടിൽ നിന്ന് പോയി എന്നറിയോ? നാട്ടിൽ നിന്ന് എത്ര ദിവസം മാറി നിന്നു എന്നറിയോ? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഉറക്കിയത് രാവിലെ അത്രേ.
തഫ്സീറിൽ കാണുക, തഫ്സീറിലാണുള്ളത് കേട്ടോ. രാവിലെയാണ് അള്ളാഹു മരിപ്പിച്ചത്, വൈകുന്നേരമാണ് അള്ളാഹു ജീവിപ്പിച്ചത്. അപ്പൊ അങ്ങേർക്ക് തോന്നി ഇതൊരു ദിവസത്തിന്റെ പകലേ ഉള്ളൂ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഇത് ഒരു ദിവസം ഉണ്ടോ? ഇല്ലല്ലല്ല, പകുതിയുള്ളൂ, ഒരു പകലേ ഉള്ളൂ. അള്ളാഹ് പറഞ്ഞു കൊടുത്തു, അല്ലട്ടോ 100 കൊല്ലായി നീ മരിച്ചിട്ട്, ഇപ്പോഴാ ജീവിക്കണേ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വൻദുർ ഇലാ ശറാബിക വതആമിക, നീ തിന്നാൻ കൊണ്ടുവന്ന ഭക്ഷണം നോക്ക്, വെള്ളം നോക്ക്. ലം യതസന്ന, ഒരു കുഴപ്പമില്ല. ഇന്നലത്തെ ബിരിയാണി ഇന്ന് അടുത്ത് കൂടുന്ന വെക്കാൻ പറ്റുമോ? പുളിച്ചു നാറിയിട്ട് ഈ 100 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഭക്ഷണത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ വിശ്വാസാവോ ഞാൻ 100 കൊല്ലം ഇറങ്ങി എന്നുള്ളത്? വൻദുർ ഇലാ ഹിമാരിക, നീ യാത്ര ചെയ്യുന്ന നിന്റെ വാഹനം കഴുതണ്ടല്ലോ, അങ്ങോട്ട് നോക്ക്. നോക്കുമ്പോ അതിന്റെ അസ്ഥി പോലും ദ്രവിച്ചിരിക്കുന്നു. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കൂല. അതിന്റെ അസ്ഥി പോലും ദ്രവിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഇത് ദൃഷ്ടാന്തമാണ്, ഇത് ആയത്താണ്, നിനക്കും ലോകർക്കും എന്റെ ഭാഗത്ത് നിന്നുള്ള സന്ദേശമാണ്. മരിച്ചാ തീരൂലട്ടോ. ദുന്യാവില് വഴലറിഞ്ഞ മഹാന്മാര് മരിച്ചു പോയിട്ടും വഴലറിഞ്ഞു. അതെങ്ങനെ ഇങ്ങോട്ട് എത്തുക? അത് പല നിലക്കെത്തും. കശ്ഫിലൂടെ എത്തും, മനാമിലൂടെ എത്തും, മലക്കുകളിലൂടെ എത്തും. പല നിലക്ക് മരിച്ചുപോയ ആളുകളുടെ വിവരം ദുന്യാവിലെത്തും, അവരെ നിർദ്ദേശത്തും. എന്നാൽ അള്ളാഹു തന്നെ മരിച്ചുപോയ ആളെ വഴല് ഇങ്ങോട്ട് എത്തിച്ചെന്നിരിക്കുക ഖുർആനിൽ. മരിച്ചുപോയ ഒക്കെ കഴിഞ്ഞു തെറ്റിദ്ധരിക്കണ്ട, മരിച്ചുപോയ വഴല് പറയും, അവിടെ കിടന്നിട്ട് വഴല് പറയും. ആ വഴല് ഞാൻ പറഞ്ഞുതരാം. അല്ലേ സൂറത്ത് യാസീനിലെ وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. പട്ടണത്തിന്റെ അങ്ങേ മൂലയിൽ നിന്ന് വന്ന മനുഷ്യൻ സ്വന്തം നാട്ടുകാരോട് പറഞ്ഞു, ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റാ, കൂലി ചോദിക്കാതെ റബ്ബിന് വേണ്ടി പണിയെടുക്കുന്ന ഈ നബിമാരെ നിങ്ങൾ അനുസരിക്കൂ, അവരെ കൂട്ടത്തിൽ നിങ്ങൾ കൂടൂ, റബ്ബിന്റെ മാർഗത്തിലേക്ക് വരൂ എന്ന് ഹബീബുൻ നജ്ജാർ എന്ന് പേരുള്ള മഹാത്മാവ് നാട്ടുകാരോട് പറഞ്ഞപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ ചവിട്ടിക്കൊന്നു. ആന്തരിക അവയവങ്ങൾ വെളിയിലേക്ക് തുറിച്ചു വന്നു. ആ പുണ്യാത്മാവ് ഷഹീദായി. അപ്പോഴെന്താ ഉണ്ടായത്? قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. അള്ളാന്റെ മുന്നിൽ ചെന്നു, ഷഹീദായപ്പോ പടച്ചോന്റെ മുന്നിൽ ചെന്നപ്പോ താമസല്ല, പിന്നെ ഖീല ദുഖുലിൽ ജന്ന, ഓക്കെ ഗ്രീൻ ചാനൽ, കേറിക്കോ സ്വർഗ്ഗത്തേക്ക്, ഒരു തടവുമില്ല. ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന, കേറിക്കോ സ്വർഗ്ഗത്തിലേക്ക്. അള്ളാന്റെ മുന്നിൽ ചെന്നിട്ട് ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? നാട്ടുകാരിന്റെ ചവിട്ടിക്കൊന്നത് കണ്ടില്ലേ, അതിനൊരു അദാബം കേട്ട അയച്ചോ പടച്ചോനെ നല്ല. അവിടെ വെച്ച് ആ മനുഷ്യൻ പ്രസംഗിക്കുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. പടച്ചോനെ, എന്റെ നാട്ടുകാര്, എന്നെ ക്രൂരമായി കൊന്നുകളഞ്ഞ എന്റെ നാട്ടുകാര്, നീ ഈ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നറിഞ്ഞിരുന്നെങ്കിൽ അത് അവരെ ഒന്ന് അറിയിക്കണം പടച്ചോനെ, എന്നാരെങ്കിലും അവർ തെമ്മാടിത്തര നിർത്തി നന്നാവോലോ. അതുകൊണ്ട് ഈ സന്ദേശം അവർക്ക് എത്തിക്കണം. ഇതാണ് ആവശ്യം പറഞ്ഞത്. എന്റെ വഴല് അങ്ങോട്ട് എത്തിക്കണം. അല്ലാതെ അങ്ങനെ തന്നെ എത്തിച്ചു. നമ്മൾ യാസീൻ ഓതുമ്പോഴൊക്കെ അങ്ങേരെ വഴല് ഇങ്ങനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ ആളാണ് ദുന്യാവുക്ക് ഇങ്ങോട്ട് പറയുന്നത്. ഈ ദുന്യാവുക്ക് പറഞ്ഞത് അള്ളയാണ് ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പൊന്നാര സഹോദരന്മാരെ, വിശുദ്ധ ദീനിലുള്ളത്, ഖുർആനിലുള്ളത്, ഹദീസിലുള്ളത് ഒരിക്കലും അനിസ്ലാമികമെന്ന് പറയരുത്, അത് ശിർക്കാണെന്ന് പറയരുത്. നമ്മുടെ ഈമാൻ ഫസാദാകും. നമ്മുടെ ഈമാൻ തകരാതിരിക്കണമെന്ന് കരുതിയിട്ട് മാത്രാണ് ഞാനിത് പറയുന്നത്. ഞാനിത് പറയുമ്പോ നേർക്കുനേരെ സംസാരിക്കാൻ പറ്റാത്തവര് പല കുതന്ത്രങ്ങളും മെനഞ്ഞ് പല നീച വാർത്തകളും ഈ വിനീതനായ എന്നെ കുറിച്ച് പ്രചരിപ്പിച്ച് എനിക്കതിലൊന്നും ബേജാറില്ല. എന്ത് കേട്ടാലും എന്റെ റബ്ബിനറിയാ ഞാൻ എങ്ങനെ ജീവിച്ചെന്ന്. ഞാനൊരു പുണ്യവാളനൊന്നുമല്ല, ഒരു പച്ചയായ മനുഷ്യനാണ്. പക്ഷേ അനാശാസങ്ങൾ, വൃത്തികേടുകൾ പ്രചരിപ്പിച്ചാൽ നിനക്കുള്ളത് അള്ള തരും, ഞാൻ തരുന്നില്ല. ഞാൻ ഇതിന് മറുപടിയും പറയുന്നില്ല. എനിക്ക് മനസ്സിലായ ദീനേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് മനസ്സിലായതുപോലെ ജീവിച്ചിട്ടുള്ളൂ. അതിലൊന്നും ഞാൻ പിന്മാറൂല. ഇത് എന്തിനാ ഞാൻ പറയുന്നറിയോ? എന്റെ മുന്നിൽ വന്നിരിക്കുന്ന
അള്ളാനെ അറിയണം, അള്ളാന്റെ ദീനറിയണം, യഥാർത്ഥ വഴി അറിയണമെന്ന് ആശയുള്ള പാവങ്ങളായ സാധാരണക്കാരായ വിശ്വാസികളോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ട്, കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് അടിവരയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. അതുകൊണ്ട് ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു തന്നെ. ഒരാളെയും നാം ആരാധിക്കുന്നില്ല, നാം ബഹുമാനിക്കുന്നു. അള്ളാഹുവിനുള്ള ആരാധനയുടെ ഭാഗമായി ഇത്രയേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോ കലിമയുടെ ഒന്നാമത്തെ തലമാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാ? നമുക്ക് പുരോഗമിക്കണം. നമുക്ക് കലിമയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ചൊല്ലുന്ന അവിടെ നിന്നാ പോരാ, നമുക്കൊന്ന് കയറി പോവാണ്ട്. ലംബമായി വളരണം, തിരശ്ചീനമായും വളരണം. രണ്ട് നിലക്കും നാം വളരേണ്ടതുണ്ട് കലിമയിൽ. ഒന്നാമത്തെ സ്റ്റേജാണ് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം. അവിടെ അങ്ങോട്ട് കടന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാ? ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലക്ഷ്യം അല്ലാഹു മാത്രം. ലക്ഷ്യം സുഖമല്ല, ലക്ഷ്യം പണമല്ല, ലക്ഷ്യം പ്രതാപമല്ല, ലക്ഷ്യം ദുനിയാവല്ല, ലക്ഷ്യം മറ്റൊന്നുമല്ല, കുടുംബമല്ല, മക്കളല്ല, സമൂഹമല്ല, ഒന്നുമേ അല്ല. എന്റെ ലക്ഷ്യം അല്ലാഹു മാത്രം. ഞാൻ തൊഴിലിന് പോകുന്നോ അല്ലാഹുവിന് വേണ്ടി, ഞാൻ വിസർജിക്കാൻ ടോയ്ലറ്റിന് പോകുന്നോ അല്ലാഹുവിന് വേണ്ടി, ഞാൻ ആഹാരം കഴിക്കുന്നുവോ അല്ലാഹുവിന് വേണ്ടി, ഞാൻ ഭാര്യയെ സമീപിക്കുന്നുണ്ടോ അല്ലാഹുവിന് വേണ്ടി, ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ടോ അല്ലാഹുവിന് വേണ്ടി. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, എന്റെ ലക്ഷ്യം അല്ലാഹ് മാത്രം. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇതും പറയാൻ എളുപ്പം. മുഹീദ്ദീൻ റാത്തീബില് ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ല, ഒരു പാട്ട്, ഏലക്കം പാട്ട് ആയിക്കോട്ടെ, അതിലുണ്ടൊരു ബർക്കത്ത് ഇഖ്ലാസോട് കൂടി, തർക്കമൊന്നുമില്ല. പഠിച്ചോൻ എന്റെ നിയ്യത്ത് അവിടേക്ക് എത്തണം എന്നൽക്ക് ചൊല്ലിയാലും കൂലി തന്നെയാണ്. നമ്മളതിനെ കളിയാക്കൊന്നും വേണ്ട, പരിഹസിക്കും വേണ്ട, അതിനെ അവമതിക്കേണ്ട കാര്യമില്ല. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് ഇൻസ് വർഗത്തെ ഞാൻ പഠിച്ചത് എന്തിനാ? കച്ചവടത്തിനല്ല, ദുനിയാവിലെ 90 വയസ്സ് വരെ ജീവിക്കാനും അല്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് തന്നെ, വേറൊരു ലക്ഷ്യം എനിക്കില്ല. ഞാൻ സൃഷ്ടിച്ചതിൽ എന്റെ ലക്ഷ്യം അത് മാത്രമാണ്. ഏത് ഇബാദത്ത്, അമല്, അത് മാത്ര ലക്ഷ്യം. അപ്പൊ ഒരു മുഅ്മിന്റെ തൗഹീദ് എങ്ങനെയായിരിക്കും? ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, എന്റെ ലക്ഷ്യം അല്ലാഹ് മാത്രാണ്. അല്ലേ? മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലോ. നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെയാണോ? നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോകുന്നതെപ്പോഴാ? വിപത്ത് വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ ലക്ഷ്യമങ്ങ് മറന്നു പോകും. അല്ലാഹ് എന്ന ലക്ഷ്യമങ്ങ് വിസ്മരിച്ചു പോകും. ശൈഖ് ജീലാനി റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ കാണാം. എന്തിനായി വക കഥയൊക്കെ പറയുന്നു ഉസ്താദെ? തൗഹീദ് പഠിപ്പിക്കാൻ അല്ലാഹ് ഖുർആനിൽ എത്രയോ കഥ അറിഞ്ഞറിയാം നിങ്ങൾക്ക്? എത്രയോ കഥയെ പറഞ്ഞത്. തൗഹീദ് അല്ലാഹ് കഥയിലൂടെ തന്നെ പഠിപ്പിച്ചത്. മുൻഗാമികളായ നബിമാര്, ഔലിയാക്കള്, ഗുഹാവാസികള്, ഇങ്ങനെ കഥയിലൂടെ തന്നെയാണ് പടച്ച റബ്ബ് ഖുർആനിൽ തൗഹീദ് പഠിപ്പിച്ചത്. അതിനുശേഷം വന്ന ഔലിയാക്കളെ കഥയിൽ നമുക്ക് തൗഹീദ് പഠിക്കാണ്ട്. ശൈഖ് ജീലാനിയുടെ മുന്നിൽ ചെന്നിട്ട് നാട്ടുകാർ പറഞ്ഞു, മഹാനെ, കടലില് ഭയങ്കര കാറ്റും കോളും അതിശക്തമായ പേമാരിയും, എല്ലാ കപ്പലും മുങ്ങി, അങ്ങയുടെ കപ്പലും മുങ്ങിയിട്ടില്ല, അങ്ങയുടെ കപ്പലും മാത്രം മുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. നാട്ടുകാർ വന്നിട്ട് ശൈഖ് ജീലാനിയോടെ ഫഖാല അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ നാട്ടുകാരനെ വന്നിട്ട് പറഞ്ഞു, അല്ല മഹാനെ, അടുത്ത കാറ്റോടുകൂടെ നിങ്ങളെ കപ്പലും മുങ്ങി നശിച്ചിരിക്കുന്നു. ആദ്യമൊക്കെ നിങ്ങളെ കപ്പലും മുങ്ങിയിരുന്നു, പിന്നെ രണ്ടാമതൊരു കാറ്റിൽ നിങ്ങളെ കപ്പലും മുങ്ങിയാറുണ്ട്. ഫഖാല അൽഹംദുലില്ലാഹ്, ഒരു ഭാവഭേദവും ഇല്ലാതെ മുങ്ങി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, ഇതിന്റെ ആദ്യത്തെ അൽഹംദുലില്ലാന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി, രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലയുടെ അർത്ഥം മനസ്സിലായി, ഈ രണ്ടാമത്തെ അൽഹംദുലില്ലയുടെ അർത്ഥം മനസ്സിലായില്ല, അതെന്താ? അപ്പൊ മഹാൻ എന്താ പറഞ്ഞത്? രണ്ട് അൽഹംദുലില്ല ഒരർത്ഥത്തിലാ പറഞ്ഞത്. രണ്ട് അൽഹംദുലില്ലയും ഒരർത്ഥത്തിലാ പറഞ്ഞത്. അങ്ങനെ ഇത് രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്റെ കപ്പല് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ എന്റെ കൽബിലേക്ക് നോക്കി, സന്തോഷമുണ്ടോ, അമിതാഹ്ലാദം ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഇല്ലല്ല, വലിയ സന്തോഷമൊന്നുമില്ല. അള്ളാഹ് തന്നത് അള്ളാഹ് തൽക്കാലം നിലനിർത്തിയിട്ടുണ്ട്, വലിയൊരു സന്തോഷമൊന്നുമില്ല എന്ന് കണ്ടപ്പോ അൽഹംദുലില്ലാ, എന്റെ ലക്ഷ്യം പടച്ചവനാണല്ലോ, അല്ലാതെ കപ്പലൊന്നും അല്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു.
പിന്നത് മുങ്ങി എന്നുള്ള വാർത്ത കേട്ടപ്പോ ഞാൻ എന്റെ കൽബുക്ക് നോക്കി, വല്ല സങ്കടം ഉണ്ടോ? അള്ള തന്നു, അള്ള തിരിച്ചു വാങ്ങി, നിന്റെ ലക്ഷ്യം അല്ലല്ലേ, ലാ മഖ്സൂദ ഇല്ലല്ലാ, പടച്ചോനുള്ള ലക്ഷ്യം കപ്പലല്ലല്ലോ. ഇങ്ങനെ ലാ മഖ്സൂദ ഇല്ലല്ലാ എന്നതിൽ എന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയതിനാലാ 2 നേരത്തും ഞാൻ അൽഹംദുലില്ലാ ചൊല്ലിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ എത്ര വലിയ ഈമാനത്. തൗഹീദ് നമ്മൾ ഇവിടുന്നല്ലേ പഠിക്കേണ്ടത്, മഹാന്മാരിൽ നിന്നല്ല പഠിക്കേണ്ടത്. നമ്മൾ വിചാരിച്ചു രക്ഷപ്പെട്ടല്ലോ സന്തോഷം കൊണ്ട്, പിന്നെ പോയപ്പോ ഏതായാലും പോയി അള്ള. അങ്ങനല്ല, എന്റെ മനസ്സ് നിൽക്കുന്നിടത്ത് നിൽക്കണം, അനങ്ങീല. 2 നേരത്ത് ഞാൻ കൽബിലേക്ക് നോക്കി, അത് ഉള്ളോടത്ത് റബ്ബിലേക്ക് തിരിഞ്ഞ എന്റെ കൽബുള്ളത്. അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിലാണ്. ഇതിനാ നമ്മള് തൗഹീദിൽ വളരണം, കെലിമയിൽ വളരണം. നമ്മളൊക്കെ എവിടെ എത്തിയത്, അവിടെ ഇപ്പൊ നമ്മളുള്ളത്. നാം തന്നെ പല തട്ടിലല്ലേ. ഈ ഓരോ വ്യത്യസ്തമായ തട്ടിലും അളവിലും ഉള്ളതിനനുസരിച്ച് നമുക്കുണ്ടാകും ഈമാൻ. 3 സൂഫികൾ ആരാധനക്കൊരുങ്ങി ചരിത്രത്തിൽ കാണാം. അതിൽ ഒരാള് നമ്മളെപ്പോലത്തെ സാദാ സീതാ മുസ്ലിമായിരുന്നു. അത്രേ, ഒരു സാദാ ഈമാന്റെ ഉടമയായിരുന്നു. 2ാമത്തെ ആള് ശക്തമായ തഖ്വയുള്ള കരുത്തുറ്റ ഈമാനിന്റെ ഉടമയായിരുന്നു, ഒരു മുത്തഖിയായ മനുഷ്യനായിരുന്നു. 3ാമത്തെ ആള് സമ്പൂർണ്ണ വിശ്വാസിയായ അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ആളുമായിരുന്നു. അത്രേ, ഇങ്ങനെ 3 ആളും കൂടി ഇബാദത്തിനൊരുങ്ങി. ഈ 3 ആളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓരോ ഷെഡുകൾ പണിതു. അതിന്റെ മേൽക്കൂര പുല്ലുമേഞ്ഞതാണ്, പുല്ലുമേഞ്ഞ ഷെഡുകൾ. ഈ 3 പുല്ലുമേഞ്ഞ ഷെഡുകളിൽ 3 ആളുകളും ഇബാദത്ത്. 1ാമൻ സാധാരണ വിശ്വാസി, 2ാമൻ മുത്തഖി, 3ാമൻ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ വലികളിൽപ്പെട്ട മനുഷ്യൻ. 3 ആളും ഇബാദത്ത് തുടങ്ങി. ഇബാദത്ത് തുടങ്ങിയപ്പോ ശക്തമായ കാറ്റടിച്ചിട്ട് 3 പേരുടെയും കൂരകളുടെ മേൽക്കൂര കാറ്റങ്ങട്ട് കൊണ്ടുപോയി. കാറ്റടിച്ചിട്ട് പുല്ലുകൊണ്ട് മേഞ്ഞ ഷെഡല്ലേ, ഈ മേൽക്കൂര കാറ്റ് കൊണ്ടുപോയി തകർന്നു, മേൽക്കൂര തകർന്നുപോയി. 1ാമത്തെ ആളുണ്ടല്ലോ സാധാരണ മുഅ്മിന്, അയാൾ പറഞ്ഞു, പടച്ചോനെ എന്തുട്ട് പണിയാ നീ ചെയ്തത്? നിന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിത് പണിതത്. എന്നിട്ട് ഇവിടെ നടത്തിയ ഇടപാട് മുഴുവൻ ഞാൻ ഇബാദത്ത് നിനക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് നീ ഇത് പൊളിച്ചില്ല പടച്ചോനെ. അപ്പുറത്ത് നിന്നെ ഒരു ഓർമ്മയില്ലാതെ കൊട്ടാര സമാന ഭവനങ്ങളിൽ സുഖിച്ചു വാഴുന്ന ആളുകൾ, അവരെ കൊട്ടാരത്തിന് വീടുകൾക്ക് ഒരു പോറലും ഏറ്റില്ലല്ലോ ഈ കാറ്റില്. എന്നിട്ട് ഇപ്പൊ ഇത് നീ പൊളിച്ചല്ല, വല്ലാത്തൊരു സംഭവമായി പോയി എന്ന് പരാതി പറഞ്ഞു. അത്രയാ 1ാമനെ. 2ാമൻ പറഞ്ഞു, പടച്ചോൻ എത്ര വലിയ കാറ്റൊക്കെ വന്നിട്ട് ഇതിന്റെ മേൽക്കൂരല്ലേ പൊളിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഇവിടെ ഉണ്ടല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആര്? മുത്തഖി, തഖ്വയുള്ള കരുത്തുറ്റ വിശ്വാസി പറഞ്ഞു, മേലുള്ള ഭാഗല്ലേ പോയിട്ടുള്ളൂ, അതിപ്പോ പണിതാ പെട്ടെന്ന് ഉണ്ടാവൂല, പകുതി എന്നാലും ബാക്കി ഉണ്ടല്ലോ. അള്ളാന്റെ വലിമാരിൽപ്പെട്ട ആരിഫായ മനുഷ്യൻ കാറ്റും കൂളും വന്നതും മേൽക്കൂര പറന്നു പോയതൊന്നും അറിഞ്ഞിട്ടില്ല. അയാളെ നിസ്കാരത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. നമസ്കാരവും ഇബാദത്തൊക്കെ കഴിഞ്ഞ് രാത്രി മലർന്ന് കിടന്ന് നോക്കി മേലോട്ട് നോക്കുമ്പോഴാണ് വാനലോക ആകാശം ഇങ്ങനെ കാണുന്നത്. ആകാശം കണ്ടപ്പോ പറഞ്ഞു, റബ്ബേ, നല്ല നിലാവ് പെയ്യുന്ന മാനം, നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, എന്തൊരു മനോഹാരിത. റബ്ബേ, നിന്റെ കരവിരുതും നിന്റെ ശില്പചാതുരിയും ഞാൻ ഇവിടെ കിടന്ന് കാണുന്നുണ്ട് കേട്ടോ പടച്ചോനെ. എനിക്കിത് കാണാൻ പറ്റിയതുകൊണ്ട്, നീ ആ മേൽക്കൂരാണ് കൊണ്ടുപോയതുകൊണ്ടല്ലേ ഇതിപ്പോ ഇങ്ങനെയാണ് കാണാനും നിന്നോട് ഓർക്കാനും പറ്റിയത്. ഇത് മുഴുവനാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചോനെ എന്നായിരുന്നു 3ാമൻ പറഞ്ഞത്. അപ്പൊ എന്താ, തൗഹീദിലുള്ള വളർച്ചയിലൂടെ നമ്മളൊക്കെ ഇങ്ങോട്ട് എത്തി എന്ത് സുഖം ഉണ്ടാവും അറിയുന്നത്. കൊച്ചിന് അസുഖം വന്നാൽ അതൊരു സുഖമായിരിക്കും, കാലുവേദന വന്നാൽ അതൊരു സുഖമായിരിക്കും, വയറുവേദന വന്നാൽ അതല്ലേ അദാബി റാഹത്തി ദാഇ ദവാഇ എന്ന് പറഞ്ഞത്. റബ്ബെ, നിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അദാബൊക്കെ എനിക്ക് ആനന്ദാണ്. ശൈഖ് ജീലാനി റഹിമഹുള്ള പറഞ്ഞില്ലേ. നമ്മൾ ഇവരൊക്കെ ചരിത്രം മാത്രം പറഞ്ഞിട്ട് വെറും മൗലൂദ് ഓതി മാത്രം നടന്നാ പറ്റൂ? അവരെത്തിയെടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം നമ്മിൽ നിന്ന് വേണ്ടേ? മനുഷ്യന്റെ പ്രകൃതം അമ്മാറയാണ്, ദുഷ്പ്രേരകമാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ? അള്ളാന്റെ കെലിമയിലൂടെ സഞ്ചരിക്കണ്ടേ നമുക്ക് മുന്നോട്ട്? ഇൻഷാ അള്ളാഹ് ഇപ്പൊ 2ാമത്തെ തലാപ്പ പറഞ്ഞത് ഇനി 3ഉം 4ഉം പറയാൻ ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.